ഹലോ മച്ചാമാരി, ഇന്ന് എങ്ങനെയാണ് നമുക്ക് കേരള ബസ് മോഡ് ലിവറിയിൽ തന്നെ ട്രാഫിക് മോഡ് സെറ്റ് ചെയ്യാം. ട്രാഫിക് മോഡ് എന്ന് വെച്ചാൽ നല്ല ചില്ലായിട്ട് നമ്മൾ വണ്ടിയൊക്കെ ഓടിച്ച് ലോറിയുടെ ഇടയിൽ ഓവർടേക്ക് ഒക്കെ ചെയ്ത് പ്രൈവറ്റ് ബസ്സിൻ്റെ ഇടയിൽ കൂടെയൊക്കെ പോയി അങ്ങനെ ഒരു ട്രാഫിക് മോഡ് എങ്ങനെ ചെയ്യാമെന്നാണ് പറഞ്ഞു തരാൻ പോകുന്നത്. ഫസ്റ്റ് ഞാൻ പ്ലേ സ്റ്റോറിൽ പോയിട്ട് കേരള ട്രാഫിക് മോഡ് ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം അതിലേക്ക് കയറുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് കാണും. അതിനുശേഷം ട്രാഫിക് മോഡിലേക്ക് തുടങ്ങുമ്പോൾ ഒരു ആഡും കാര്യങ്ങളൊക്കെ വരും. ആ സ്കിപ്പ് ചെയ്തുള്ളതിന് ശേഷം ഇഷ്ടപ്പെട്ട ഏത് ട്രാഫിക് മോഡുണ്ട് അതിലേക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം അത് ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്യും. പിന്നെ കുറേ ആൾക്കാർ ചോദിച്ചോണം കുറേ ദിവസം എന്താ വീഡിയോ ഇടാത്തത്. ഞാൻ നോമ്പും കാര്യങ്ങളായിട്ടുണ്ടാകും വീഡിയോ ഇടാത്ത, ക്ഷമിക്കണം. ഇനി മാക്സിമം വീഡിയോ ഇടാൻ നോക്കാം. പരീക്ഷയും കാര്യങ്ങളൊക്കെ അല്ലേ, പരീക്ഷ കഴിഞ്ഞ് നമുക്ക് സെറ്റ് ആവാം ഗൈസ്. അതിനുശേഷം ബസ് മോട്ടർ ഇന്തോനേഷ്യ വന്നിട്ട് മാപ്പിൽ തൊട്ട് ഇമ്പോർട്ടിൽ പോയി ഡിവൈസ് ഗാലറി പോയിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്ത ട്രാഫിക് മോഡ് അവിടെ കിടക്കും. അതിനുമ്പോൾ 3 ഡോട്ടുള്ള വര കാണും. അതിലേക്ക് ജസ്റ്റ് ഒന്ന് തൊട്ട് നമ്മുടെ ഡിവൈസിൻ്റെ നെയിം അവിടെ കിടക്കും. അതിലേക്ക് ജസ്റ്റ് ഒന്ന് തൊടേണ്ടതാണ്. അപ്പോൾ ലാർജ് ഫയൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും. അതിലേക്ക് ജസ്റ്റ് ഒന്ന് തൊടുമ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്ത മോഡ് അവിടെ കിടക്കും. അതിലേക്ക് ജസ്റ്റ് ഒന്ന് തൊടേണ്ടതാണ്. ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തുകൊണ്ടാണ് തൊടാത്തത്. അതിനുശേഷം നമ്മൾ നേരെ ബാക്ക് ഇറങ്ങുമ്പോൾ നമ്മളുടെ മാപ്പ് അവിടെ സെറ്റായി കിടക്കും. പിന്നെ ഒരു കാര്യം, കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ആദിത്യനും അശ്വിനും കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഗ്യാരേജ് ലുക്ക് ചേഞ്ച് ചെയ്യണ വീഡിയോ ഇടാൻ. ഉറപ്പായിട്ടിടും. അതിനുവേണ്ടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. മാക്സിമം 1 lakh സബ്സ്ക്രൈബേഴ്സായ ഉറപ്പായിട്ട് ചെയ്യും. അതിനുവേണ്ടി നിങ്ങൾ ആൾക്കാരെ മാക്സിമം അയച്ചു കൊടുത്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയേണ്ടതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഇപ്പോഴത്തെ യൂസ്ഫുൾ